ഇങ്ങനെ ഒരു പാലക്കാട് കാടുകളുടെയും മലകളുടെയും പുഴകളുടെയും നദികളുടെയും ഒക്കെ ഒരു അമ്പലങ്ങളും ഉള്ള ഒരു 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 എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഈ ഒരു പാലക്കാട് നിന്നും ഈ CA പ്രൊഫഷനിലേക്ക് വരാനുണ്ടായ പ്രചോദനം എന്താണ്? ആ ഒരൊറ്റൊരു കാരണം കൊണ്ട് തന്നെയാണ് അധികം കഷ്ടപ്പെടാതെ CAയിലേക്ക് വരാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകുമ്പോൾ ഫിനാൻസും ടെക്നോളജിയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളും ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരിക്കലും മാച്ച് ആവുന്നില്ല. അസഹനീയമായ ഒരു ബ്ലെൻഡാണ്. സ്മൂത്തി എന്നൊക്കെ പറയില്ലേ, അത് അസഹനീയമായ ഒരു ബ്ലെൻഡാണ്. ഇത് കറക്റ്റായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ആ എൻറ്റിറ്റി അവർ ഉയർച്ചയിലേക്ക് ഈ ഒരു ബ്ലെൻഡ് അത്യാവശ്യമാണ്. CA പ്രൊഫഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മളിപ്പോൾ പ്രാക്ടീസിലേക്ക് പോകണോ, അല്ല ഒരു എംപ്ലോയ്മെൻറ്റ് എടുക്കണോ, എവിടെയെങ്കിലും ജോലിക്ക് പോകണോ, വേറെ എന്തെങ്കിലും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമല്ലേ? വിനോജ് കമ്മിറ്റിയിലുണ്ടായിരുന്നില്ലേ? ഞാൻ അങ്ങനെ ഒരു മനസ്സിൽ കണ്ടിട്ടില്ല. ഒരുപാട് അച്ചീവ്മെൻറ്റ്സിലൂടെ ഒരുപാട് റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ അവാർഡിനെക്കാട്ടി ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്ന വിനോജിൻ്റെ ഓഫീസിലുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നത് മറ്റേ ഓഫീസിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഇവിടെ കിട്ടുന്നത് അതായിരിക്കരുത്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സണായി മാറിയിട്ടുണ്ടാവും. നമസ്കാരം, CA വിനോജ് മേനോൻ. ഞാൻ ആദ്യമായിട്ട് CA വിനോജ് മേനോനെ കോഫി വിത്ത് CAയുടെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും, എനിക്ക് പ്രത്യേകിച്ച് ഈ പ്രണവം ശശിയുടെ ഒരു പാട്ട് ഞാൻ ഈയിടെ കേൾക്കുകയുണ്ടായി. അതുപോലെ ഈ കാടും മലകളും കൂടിപ്പിണയുന്ന നാടാണ് നമ്മുടെ പാലക്കാട്, തോടും പുഴകളും കൂടിച്ചേരുന്ന, അങ്ങനെ എന്തോ ഒരു പാട്ട്, വളരെ രസകരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാലക്കാട് കാടുകളുടെയും മലകളുടെയും പുഴകളുടെയും നദികളുടെയും ഒക്കെ ഒരു അമ്പലങ്ങളും ഉള്ള ഒരു എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഈ ഒരു പാലക്കാട് നിന്നും ഈ CA പ്രൊഫഷനിലേക്ക് വരാനുണ്ടായ പ്രചോദനം എന്താണ്? അതിന് നമസ്കാരം. ശരിയാണ് പറഞ്ഞത്. നാട്ടിൻപുറം, നമ്മളതാണല്ലോ പറഞ്ഞത്, നാട്ടിൻപുറം. പാലക്കാട് ഒരു നാട്ടിൻപുറം. അവിടെ നിന്ന് CAക്ക് വരിക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ അച്ഛൻ ഇതിലേക്ക് എന്നെ റൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഇന്ന് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്ന അതേ മനസ്സിലൊരു സങ്കല്പം, ഇതിന് CA എന്നുള്ളത് ഒരു എത്ര ടഫായിട്ടുള്ളൊരു കോഴ്സല്ലേ, എനിക്ക് പറ്റുമോ, ഞാൻ ചെയ്യണോ വേണ്ട എന്നുള്ള ചിന്താഗതിയിലിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ സാഹചര്യം ഇങ്ങനെ ഒരു റൂട്ട് ചെയ്ത് വന്ന സ്ഥിതിക്ക് എനിക്കിതിനോട് ഭയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് പാസ്സാവണം എന്നുള്ള ഒരു ഹോപ്പും അന്നില്ല, അത് ആവശ്യമില്ല. പക്ഷേ എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ചെയ്യണമെന്ന് മാത്രമായിരുന്നു. ആ ഒരൊറ്റൊരു കാരണം കൊണ്ട് തന്നെയാണ് അധികം കഷ്ടപ്പെടാതെ CAയിലേക്ക് വരാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. ഞാനും പാലക്കാട്ടിലൊരു ഏകദേശം കുറച്ച് വർഷങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്, ഈ സ്കൂളിങ്ങും കോളേജിൻ്റെ ഒരു ഭാഗവും ഒക്കെ. അപ്പോൾ ഞാൻ ഈ ഒരുപാട് CA ഒന്നും ആ പ്രൊഫഷനിലേക്ക് വന്നതായിട്ട് ഞാനൊന്നും അവിടെ കേട്ടിട്ടില്ല. പിന്നെ ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ വിനോദിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ ബിൽഡ് ചെയ്ത് ഒരു കൺസിഡറബിൾ ടൈം അതിൽ ചെലവഴിച്ച് എടുത്തിരിക്കുന്നത് ഇന്ത്യ, ബഹ്റിൻ, സൗദി, UAE അങ്ങനത്തെ നാടുകളിലാണ്. ഒരു ദശവർഷം എന്ന് പറയാലോ ആണ്. അപ്പോൾ അത്രയും കാലങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മൊമെൻ്റ് ഓർക്കുന്നുണ്ടോ? അതായത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ കരിയറിനെ തന്നെ മാറ്റി മറിച്ചതായിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സംഭവം വല്ലതും ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഒന്നെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകുമ്പോൾ ഓരോ കമ്പനികളിൽ നിന്ന് എനിക്ക് പുതിയ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധാരണഗതിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മാനേജർ എന്നുള്ള ലെവലിലേക്കാണ് എല്ലാവരെയും നോട്ടെടുത്ത്. ഇതുതന്നെയായിരുന്നു എൻ്റെ ആവശ്യം. അവിടെ എത്തിയ സ്ഥിതിക്കാണ് എനിക്ക് കുറച്ച് ഈ സോഫ്റ്റ്വെയറിലേക്ക് കുറച്ചൊരു താല്പര്യം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ചലിക്കാനുള്ളൊരു ഒരു പ്രചോദനം അവിടെ കിട്ടി. അങ്ങനെയാണ് SAPയിലേക്ക് ഒരു ലീഡാവാൻ ഒരു സാധ്യത കിട്ടിയത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാത്ത ഒരു ഏരിയ ഉണ്ടെന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് വേറെ വഴിയിലൂടെ ചലിക്കാമെന്നും മനസ്സിലാക്കിയത് അവിടെയാണ്. അത്
ഹെൻകലിൽ നിന്ന് തുടങ്ങി പെപ്സിക്കോയിലൂടെ ഞാൻ ചലിച്ചു എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രചോദനം തുടങ്ങി വെച്ചത് KPMG ആണ്. പക്ഷെ അവിടെ ഒന്നും ആയിണ്ടായിരുന്നില്ല. പക്ഷെ അത് നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് എവിടെയോ കടന്നു. പക്ഷേ ഇങ്ങനൊരു റൂട്ടിലൂടെ എനിക്ക് SAPയിലൂടെയും കൂടി ചലിക്കാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റുന്നൊരു കിട്ടിയത് ഹെൻകലിലും പെപ്സിക്കോയിലുള്ള ഒരു എക്സ്പീരിയൻസിലാണ്. ഈ ഫിനാൻസും ടെക്നോളജിയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളും ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരിക്കലും മാച്ച് ആവുന്നില്ല. ഇപ്പോഴാണ് അത് കൂടുതൽ ആൾക്കാർ, ഫിനാൻസ് ഫീൽഡിലുള്ള ആൾക്കാർ ടെക്നോളജിയെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്നതും അത് അവരുടെ കമ്പനിയിലേക്കും അവരുടെ പേഴ്സണൽ പ്രാക്ടീസസിലേക്കും ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് ഈയിടെ ആയിട്ടാണ്. ഇത് ഇനിയും നന്നാവും അങ്ങനെ പറയാനുള്ളൂ. അപ്പോൾ ഈ പെപ്സിക്കോയിൽ വന്നതിന് ശേഷം ഈ ഫിനാൻസ് ഫീൽഡും അക്കൗണ്ടിങ് ഫീൽഡും ഒക്കെ നമ്മളുടെ കാഴ്ചപ്പാട് ഒന്നായിരിക്കും. അപ്പോൾ ഈ പെപ്സിയിൽ വന്നതിന് ശേഷം ഈ കാഴ്ചപ്പാടിന് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, ഫിനാൻസും ഒരു IT ഒരു പ്രൊഫഷൻ തമ്മിലുള്ളത്, ഞാനത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ നിന്നല്ല, ഒരു വേറൊരു ലാംഗ്വേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അസഹനീയമായൊരു ബ്ലെൻഡാണ്. സ്മൂത്തി എന്നൊക്കെ പറയില്ലേ, അത് അസഹനീയമായൊരു ബ്ലെൻഡാണ്. ഇത് കറക്റ്റായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ആ എൻറ്റിറ്റി അവർ ഉയർച്ചയിലേക്ക് ഈ ഒരു ബ്ലെൻഡ് അത്യാവശ്യമാണ്. ഇത് ഒരുപാട് കാലം മുമ്പേ പലരും പറഞ്ഞുവെങ്കിലും ഈ റീസെൻറ്റ് ടൈം, ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ആൾക്കാർ ഇതിനെ ശരിക്കും ഉൾക്കൊള്ളുന്നത്. പക്ഷേ അക്കൗണ്ടിങ്ങിലുള്ള ഫിനാൻസിലുള്ള കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പഠിച്ചതും ചെയ്തതും പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് വർക്ക് ചെയ്ത് പെപ്സിക്കോയിൽ വന്ന് ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് വേറൊരാളുടെ അഡ്വൈസിലൂടെ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിനെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയത് അവിടെ നിന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഫിനാൻസ് എന്നുള്ളത് നമ്മൾ ഇതുവരെയും കണ്ട ഒരു വഴിയല്ല. അത് ശരിക്കും പറഞ്ഞാൽ കുതിരയ്ക്ക് കണ്ണടച്ച് ഓടിയ വഴിയായിരുന്നു. തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പല ഏരിയയിലേക്കും പോവാം. പണ്ട് ചാർട്ടേഡ് അക്കൗണ്ട് ഞാനെല്ലാം പഠിച്ച് പാസ്സായപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എൻ്റെ വീട്ടിലാരും CA അല്ല, ഞാനാണ് ഫസ്റ്റ് CA ഇൻ ദാറ്റ് വില്ലേജിൽ നിന്ന് ഒരു പ്രൗഢിയോടുകൂടി പറയുന്നൊരു വ്യക്തിയായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു ടാഗ് വേണം. അന്ന് എല്ലാവരും പറഞ്ഞാണ് സൈൻ ചെയ്യുക കാശ് വാങ്ങിയിടുക. ഞാനും അത് വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ജീവിതം, അതൊന്നും അല്ല ഒരു CA ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചൊരു സമയങ്ങളാണ് ഈ പറഞ്ഞ ഈ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായത്. എന്നാൽ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, അത് നമ്മൾ വൈഡാണ്, ഒന്നിൽ തന്നെ അടങ്ങേണ്ടതല്ല. ഈ പഠനമെല്ലാം ആദ്യത്തെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്, ബാക്കിയെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വഴിയാണ് കഴിഞ്ഞ ഒരു 19 വർഷങ്ങൾ. ഈ CA പ്രൊഫഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മളിപ്പോൾ പ്രാക്ടീസിലേക്ക് പോകണോ, അല്ല ഒരു എംപ്ലോയ്മെൻ്റ് എടുക്കണോ, എവിടെയെങ്കിലും ജോലിക്ക് പോകണോ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഈ ഇന്ത്യക്ക് പുറത്ത് പോകാനുണ്ടായ ഒരു സാഹചര്യവും പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം പ്രാക്ടീസ് വേണ്ട എന്ന് വെച്ചിട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലേക്കും പോകാനുണ്ടായ തീരുമാനം? ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ CA ഫൈനലിനാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്താണ് ഈ വില്ലേജിൽ നിന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരുപാട് പൈസ കളഞ്ഞ് CA ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കഴിയുന്നവർക്ക് ഞാൻ അവിടെ തന്നെ ഇരുന്ന് പഠിച്ചിട്ടാണ് പാസ്സായത്. പക്ഷേ CA ഫൈനലിന് ഒരു പാലക്കാടിൽ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞുതരാൻ വിരലെണ്ണാവുന്ന 2 പേരെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ചെന്നൈയിലേക്ക് വരുന്നത് ആദ്യമായിട്ട്. ചെന്നൈയിലേക്ക് വരുന്ന ഇവിടെ എല്ലാവരും സുഹൃത്തുക്കളും വീട്ടുകാരെല്ലാവരും ഉണ്ട്. എന്നിരുന്നാലും ഒറ്റ മോനായ ഞാൻ കുറച്ചൊന്ന് ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊരു തോന്നൽ കൊണ്ട് മാത്രം ചെന്നൈയിൽ വന്ന് വേറെ താമസിച്ച് പഠിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ബാങ്കറാണ്. ഞങ്ങൾക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ജേണി എന്നുള്ളത് അറേഞ്ച് ചെയ്യുന്നത് വൺസ് ഇൻ 4 ഇയേഴ്സ് ബാങ്കിൽ നിന്ന് LTCയിലൂടെ. അങ്ങനെ കോയമ്പത്തൂർ നിന്ന് ചെന്നൈ യാത്ര 1 മണിക്കൂർ യാത്ര ചെയ്യാൻ വന്നപ്പോൾ അവിടെ അപ്പുറത്തിരുന്നൊരു വ്യക്തിയെ കണ്ട് ഒരു മോഹിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ലാപ്ടോപ്പും പുള്ളിയെക്കുറിച്ച് അറിയാവുന്ന ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ, അന്നത്തെ കാര്യത്തിൽ അറിയാവുന്ന ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ട്രാവൽ ഒരുപാട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. ആ മോഹം ഉള്ളിൽ എവിടെ ഉണ്ടായിരുന്നു, എനിക്കൊരു ലാപ്ടോപ്പ് വേണം, യാത്രയും വേണം എന്നുള്ളത്. ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ആദ്യത്തെ ജോബ് എന്നെ KPMG പോലുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ നോക്കാൻ പ്രേരിപ്പിച്ചത്. മനസ്സിനുള്ളിൽ എവിടെയോ അത് കിടക്കുന്നുണ്ട്. അതായിരിക്കും തോന്നുന്നു ഞാൻ മെയിനായിട്ട് യാത്രകളിലൂടെയും പുറമേ പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവന്ന്. അല്ലാതെ ധനസമ്പാദ്യം എന്നുള്ളൊരൊറ്റൊരു ഐറ്റം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു വാക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മേ ബി ഈ ലാപ്ടോപ്പ് എന്നിൽ എന്നോ അന്ന് കയറി കൂടിയതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറയുന്നത് 2000 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് ലാപ്ടോപ്പ് ഒരു വലിയ സംഭവമായിരിക്കില്ല. പക്ഷേ എനിക്കന്ന് 2000-ൽ പാലക്കാട്ടുകാരനൊരു ലാപ്ടോപ്പ് വലിയൊരു സംഭവമാണ്.
ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ ഈ സാപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് മുഖേന പെപ്സിയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് വിനോദ് മേനോൻ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബസ് വേർഡായിരുന്നു. കറക്റ്റാ? അപ്പോൾ അതിൽ ഈ വിനോദ് മേനോൻ്റെ വിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ത് ലെവലിലായിരുന്നു? എന്തുകൊണ്ടാണ് അതൊരു ബസ് വേർഡായിട്ട് അതിനെ കരുതാതെ അതിനെ ഒരു ചാലഞ്ചായിട്ട് തന്നെ എടുത്ത് അതിനെ ഒരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ സാപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് വിനോദ് മേനോൻ്റെ അന്നത്തെ ആ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇതിൽ ഇറങ്ങിപ്പെട്ടത്? നല്ലൊരു ചോദ്യം. ഡിഫിക്കൽട്ടും ആണ് ഈ ചോദ്യം. ഒരു സാധാരണ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ സൈനിങ് ടാക്സ് ഓഡിറ്റ്, അതുപോലെ ഫിനാൻസ് റിവ്യൂ, അങ്ങനെ കുറച്ച് ലിമിറ്റഡ് സ്കോപ്പുള്ള കാര്യങ്ങളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചിന്താഗതിയിൽ എന്നും വരുന്നുണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞാൽ ടാക്സ് ഓഡിറ്റ് ഉണ്ടാവില്ല എന്നുള്ള സത്യം പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ കൂടി അന്ന് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വിഷൻ വരുന്നത് ഒരു ക്ലിയർ ലീഡറിൽ നിന്നാണ്, പെപ്സിക്കോ CEO. ആ ഒരു സംഭവം 2008 ശേഷമാണ് അത് വരുന്നത്, അന്നത്തെ ആ റെസിഷൻ കഴിഞ്ഞ ശേഷം. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് ഇൻക്ലൂഡിങ് ഞാൻ പലരും പറഞ്ഞിട്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, കാരണം കമ്പനി വളരെ നന്നായി പോകുന്നു, ഇതിനിടയിൽ ഒരു ഡിസ്റപ്ഷൻ എന്നാണ് നമ്മൾ പറയുക, അതിന് ഒരു കുലുക്കുക, നമ്മൾ നന്നായി നടന്നു പോകുന്നതിന് ഇല്ലാണ്ടാക്കുന്ന വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി, എനിക്ക് സ്റ്റീരിയോ ടൈപ്പ് വർക്കിംഗ്, അതായത് ഒരേ റിവ്യൂ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റിയും മുന്നോട്ട് ഓടാനാണ് കുറച്ചിഷ്ടം. കഴിഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, മനസ്സുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ടെക്നോളജി ആയിട്ടും ആ കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു വലിയ ഇഷ്ടമാണ്. ഏതൊരു കാര്യം 10 മിനിറ്റിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് കുറച്ച് സമയത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതും ഇങ്ങനെ പറയുന്നതും. അപ്പോൾ ഫിനാൻസിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊന്നും യെസ് എന്ന് പറഞ്ഞില്ല ഈ ഒരു ട്രാൻസ്ഫോർമേഷന്. പക്ഷേ എനിക്കിതൊരു വലിയൊരു ഭാഗ്യമായി കരുതി ഞാൻ യെസ് എന്ന് പറയുകയുണ്ടായത്. അപ്പോൾ SAP ട്രാൻസ്ഫോർമേഷൻ നടന്ന സമയത്ത് അതിൽ ഇറങ്ങി ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കഴിയുമ്പോഴാണ് അതിൻ്റെ റിയൽ ഫേസ്, ഈ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം ഡീപ്പ് ഡൈവ് എന്നുള്ളത്. അപ്പോൾ ഞാനും ഈ ഡീപ്പ് ഡൈവ് ചെയ്തിട്ടുണ്ട്, ഫ്രം ഫിനാൻഷ്യൽസ് ടു എൻഡ്. ടെക്നോളജിയുടെ ഹെൽപ്പ് കാരണം ഇത്രയും ഡൈവ് ചെയ്ത് എനിക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഐ ആം ഓൺ ദ ഫ്ലോർ നൗ, ഐ ക്യാൻ റിസർച്ച് ഓൺ ദ ഫ്ലോർ വിത്ത് വെരി ലെസ് ടൈം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത്, ഈ ടെക്നോളജി. SAP ഇംപ്ലിമെൻറ്റേഷൻ പേഴ്സണലി ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് വളരെ ഏർലി. കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ പഠിച്ച് പാസ്സായിട്ട് വരുന്ന ആളോ അല്ലെങ്കിൽ ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്രാജുവേഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക്, കുട്ടികളോടൊക്കെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ആഗ്രഹം? അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വിദേശത്ത് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു വശത്തുണ്ടെങ്കിലും അവിടെ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഞാൻ ആഗ്രഹിച്ചതൊന്ന് പക്ഷെ അവിടെ പോയിട്ട് കിട്ടിയത് വേറൊന്ന്, അങ്ങനെ. അപ്പം അങ്ങനെ ഈ വിനോദിൻ്റെ എക്സ്പീരിയൻസിൽ ഈ വളർന്നു വരുന്ന കുട്ടികളോടുള്ള ഉപദേശം എന്തായിരിക്കും ഈ വിദേശത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച്? ഒരു ഉപദേശമല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം വേണമെങ്കിൽ പറയാം. അതായത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്ത് കൾച്ചറൽ ഡിഫറൻസ് എല്ലാവിടെയും ഉണ്ട്. മറ്റൊരാളുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാതെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സക്സസ് തനിയെ കൂടെ ചേർന്ന് വരും. എന്താണ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ UK പോകുന്നു, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടെന്ന് അവർ ധരിച്ചു വയ്ക്കും. ഞാനെന്ന വ്യക്തി ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഭരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ഏതൊരു നാഷണാലിറ്റിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. കറക്റ്റ്. അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, മാനേജർ ആയിരിക്കാം, പക്ഷെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് എന്ന് തോന്നുന്നു, അന്ന് ആ ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പോയ ഉടനെ സക്സസ്സിലേക്ക് വേണ്ടി ചാടി പുറപ്പെടണ്ട. കർമ്മയിൽ ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത്തിരി മാർക്കറ്റിംഗ് കൂടി ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അത് ജോലി ചെയ്തുകൊണ്ടും മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, താൻ ചെയ്യുന്ന ജോലി
കറക്റ്റായി ചെയ്തു എന്നുള്ളത് ധരിപ്പിക്കേണ്ട സ്ഥലത്ത് ധരിപ്പിക്കണം. ഈ രണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സണും ആയിരിക്കും. അത് ഈ കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മളും ആദ്യകാലത്തൊക്കെ ആദ്യം നമ്മൾ വലുതാകാൻ ഉള്ള തത്രപ്പാടിലായിരിക്കും. പക്ഷേ ഈ കൊളാബറേറ്റീവ് വർക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചൊരു കമ്പനിയാണ് സോഹോ. ഇവിടെ കൊളാബറേറ്റീവ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരാളുടെ ഒരു സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രസൻറ്റേഷൻ ഞാൻ കേൾക്കുന്നതിനിടയ്ക്ക് അങ്ങേര് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇതൊരു ഓർക്കസ്ട്ര പോലെയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റോള് അതിൽ പ്ലേ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്തിട്ട് നമ്മളുടെ കേപ്പബിലിറ്റീസ് നമ്മളവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിവാർഡ്സും റെക്കഗ്നിഷനും സ്വാഭാവികമായിട്ടും നമ്മളെ തിരഞ്ഞ് താനേ വരും. ഇതാണിപ്പോൾ വിനോജും പറയാൻ നിന്നത്, അല്ലേ? അതെ, സത്യം. വിനോജ്, ഈ ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ കൂടെ നമ്മൾ ജോലി എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നമ്മൾക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് പ്രോസസ്, കൺട്രോൾ, പെർഫോമൻസ് ഒക്കെ. പക്ഷേ പലരുമായിട്ടും ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, ഇൻറ്റ്യൂഷൻ. അതായത് നീ ഉള്ളിൽ നിന്നൊരു ആരോ നമ്മളോടൊരു കാര്യം വിളിച്ച് പറയും, ഒരു ഡിസിഷൻ മേക്കിംഗ് വരുന്ന സമയത്ത് ഇതാണ് ശരി, ഇതാണ് ശരി. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ. ഒന്നാമത്തെ കാര്യം, ഈ ഇൻറ്റ്യൂഷനിൽ വിനോദിന് വിശ്വാസമുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അത് സംബന്ധിച്ചിട്ട് വന്നിട്ടുണ്ടോ? ഇൻറ്റ്യൂഷനിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസം ബ്ലൈൻഡ് അല്ല, കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരിതല്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു CFO വളരെ നോളേജബിളായിട്ടൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിത്വം ഒരു കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പഠിച്ചിട്ടേ പോവാവൂ. എത്ര പഠിച്ച് എത്ര കാര്യങ്ങൾ ചെയ്തു പോയാലും അവിടെ ആ ഒരു ചെറിയ ടൈം ഓഫ് റിവ്യൂവിൽ നമ്മൾ കാണാത്തൊരു പോയിൻ്റ് കണ്ടെത്തും. അപ്പോൾ ഞാനിത് ഓരോ പ്രാവശ്യവും പഠിച്ചു പോകുമ്പോഴും എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് ഞാൻ എന്നിൽ തന്നെ ചോദിക്കുന്ന കാര്യമുണ്ട്, അപ്പോൾ ഞാൻ ചെയ്തത് പോരെ. റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്താണ് നല്ലൊരു വാക്ക് പറഞ്ഞത്, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് വിനോജ് എന്ന് പറഞ്ഞു. അന്നാണ് ആകെ ഒരു നല്ല വാക്ക് ആ വായിൽ നിന്ന് ഞാൻ കേട്ടത്. പക്ഷേ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ചോദിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, വിനോജിൻ്റെ ആദ്യ സമയം തൊട്ട് എത്ര വരെ വിനോജ് നോക്കിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം, എവിടെ നോക്കാൻ വിട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യവും അറിയാം. സോ ഇറ്റ്സ് പ്യൂർലി എക്സ്പീരിയൻസ്. ആ വ്യക്തിയുടെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഓരോ വ്യക്തികളും ഏത് ലെവൽ വരെ പോകുന്നുള്ളതും ആ വ്യക്തികൾ നോക്കാത്ത ഏരിയ എന്തായിരിക്കും എന്നുള്ളതും, അടുത്ത സ്റ്റെപ്പ് ഞാൻ കുറച്ചുകൂടി ചെയ്തു വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ലെവൽ മാത്രമേ പുള്ളി നോക്കിയിട്ടുള്ളൂ, ആ വ്യക്തി നോക്കിയിട്ടുള്ളൂ. ആ വ്യക്തി നോക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ എക്സ്പീരിയൻസ് ആണ് ഒരു മനുഷ്യനെ കൊണ്ട് ആ റിവ്യൂ പ്രോസസ്സ് അത്രയ്ക്കും ഡീറ്റെയിൽ ആക്കുന്നത്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുള്ളൂ. കാരണം എത്രയോ സന്ദർഭങ്ങളിൽ ഒരു ഡോക്യുമെൻറ്റ് അഥവാ എഗ്രിമെൻറ്റോ ഈവൻ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടോ സൈൻ ചെയ്യാൻ എടുക്കാം, പക്ഷേ ഇന്ന് വേണ്ട നാളേക്കെന്ന് വെക്കും. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തടസ്സം. അങ്ങനെ 10 ദിവസം മാറ്റി വെച്ച സന്ദർഭങ്ങളുണ്ട്. ആ 10 ദിവസം മാറ്റി വെച്ചിരുന്ന എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്താലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്ന എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സ് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ആ ഉൾമനസ്സെന്നൊരു വോയിസ് വരണമെങ്കിൽ തന്നെ, ഒരു ശബ്ദം വരണമെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതെ, എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വസിക്കുന്നു ഞാൻ. എംപ്ലോയ്മെൻറ്റിൽ നിന്നും പ്രാക്ടീസിലേക്ക് പോകാനുള്ള പ്രചോദനം എന്തായിരുന്നു? എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഏതൊരു പൊസിഷൻ നമ്മളെല്ലാം പ്രൊമോഷനൊക്കെ കിട്ടുമ്പോഴും പൊസിഷൻ കഴിഞ്ഞ് പോകുമ്പോഴും അവിടെയും വി സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അതായത് ബാലപാഠം അവിടെയുണ്ട്, ആ പൊസിഷനിൽ ബാലപാഠമുണ്ട്. എക്സ്പീരിയൻസ് കഴിഞ്ഞ വ്യക്തികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ബാലപാഠമുണ്ട്. അത് പഠിച്ചേ മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയും ലേണിംഗ് സ്റ്റേജ് തന്നെയാണ് വരുന്നത്. ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക് വന്നത് 2016 കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇവിടെയുള്ള പ്രാക്ടീസിങ് ചാർട്ടർ അക്കൗണ്ട്സ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് പുതുതാണ്. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത് അടുത്ത ഒരു കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ GST എന്നുള്ളൊരു പുതിയൊരു ഇംപ്ലിമെൻറ്റേഷൻ ഇന്ത്യ രാജ്യത്തിൽ വരുന്നുണ്ട് 2017. എനിക്കും അത് പുതിയതാണ്, മറ്റുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിനും അത് പുതിയ തന്നെയാണ്. അതുപോലെ MCAയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ സമയം. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ് എനിക്ക് ഈ സമയം കിട്ടിയത്.
നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പുതിയ മേഖല എടുത്താലും അതിന് പഠിക്കാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇവിടെ എൻ്റെ സൗകര്യാർത്ഥം എനിക്കതിൻ്റെ ബേസിക്സിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ഈ ഒരൊറ്റൊരു കാര്യമാണ് പ്രാക്ടീസ് ആ പെർട്ടിക്കുലർ ഇയറിലേക്ക് തിരഞ്ഞെടുക്കാൻ ഒരു കാരണം. ഈ ലോഞ്ചും നമ്മുടെ ഷിഫ്റ്റും ഒരേ സമയം, അപ്പോൾ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങി എല്ലാ കാര്യങ്ങളും. ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. യെസ്. മറ്റു പലരും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ആ സ്ട്രഗിൾ ആവശ്യം വന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയത്, ഓൾറെഡി ഇതിലെല്ലാം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഞാൻ അവരെ പോലെ ആവാൻ നോക്കണോ, അതോ എനിക്ക് ഓൾറെഡി കിട്ടിയ എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് അതിനെ ഞാൻ യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം? അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ പറ്റില്ല. സെക്കൻഡ് ഓപ്ഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. അതേ സമയത്ത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കൂടി പറയുന്നത്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യരുത്, കൊളാബറേറ്റ് ചെയ്യൂ. ലോയേഴ്സ്, കമ്പനി സെക്രട്ടറി, മറ്റു ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഈവൻ ടെക്നോളജി, IT ഫീൽഡ് എല്ലാവരുമായിട്ടും കൂടെ വർക്ക് ചെയ്ത് തുടങ്ങും. അതിന് അലോ ചെയ്യുന്ന ഒരു ആക്ട് പാസ്സാക്കും കൂടി ചെയ്തു. അങ്ങനെ ICAI കൂടി അതിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ ആഗ്രഹം അത് വിഷനായി മാറിക്കൊണ്ടുവന്നു. സോ ദൈവഹിതം എല്ലാം നല്ലതായി നടന്നു എന്ന് മാത്രം പറയാം. വിനോജ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് പാലക്കാട് ബ്രാഞ്ചിൻ്റെ ചെയർമാനും കൂടിയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഈ പ്രാക്ടീസിലേക്ക് ആദ്യമായിട്ടൊരു എംപ്ലോയ്മെൻറ്റ് തിരഞ്ഞെടുക്കുക, പിന്നെ അവിടുന്ന് പ്രാക്ടീസിലേക്ക് വരിക, അത് കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഒരു ബ്രാഞ്ചിൻ്റെ ചെയർമാനായിട്ട് മാറുക. ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞ ഒരു അച്ചീവ്മെൻ്റാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു പറയത്തക്ക അച്ചീവ്മെൻറ്റ് ഇന്നും ഒരു വലിയ പ്രൗഢിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻസിൽ അഹങ്കാരത്തോടു കൂടി നോക്കുന്ന എന്തെങ്കിലും ഒരു റിവാർഡ്സോ ഒരു റെക്കഗ്നിഷനോ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് ലൈഫിൽ? ഞാൻ അങ്ങനെ ഒരു മനസ്സിൽ കണ്ടിട്ടില്ല. ഒരുപാട് അച്ചീവ്മെൻറ്റ്സിലൂടെ ഒരുപാട് റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട് കമ്പനികളിലൂടെയെല്ലാം. പ്രാക്ടീസ് വന്ന സമയത്ത് ഒരു ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഫാമിലി, കുറച്ചുകൂടി ബോണ്ടിങ് കൂടുതലും ഫാമിലിയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നൊരു സന്ദർഭമായി മാറി. മോർ ഓവർ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് ഇതുവരെ ആ എംപ്ലോയ്മെൻറ്റിലുള്ളപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ യെസ്, പക്ഷേ സൊസൈറ്റിയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിട്ടില്ല. ഈ പ്രാക്ടീസിൽ വന്ന ശേഷവും ഈ പാലക്കാട് ബ്രാഞ്ചിൻ്റെ ചെയർമാനായി ഇരിക്കുന്ന സമയത്തും ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. അതുപോലൊരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ ഒരുപാട് നല്ല വ്യക്തികളെ ഉൾക്കൊള്ളാനും കൂടെ എന്നും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നടത്താൻ പറ്റി. അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ് എന്നെ സംബന്ധിച്ചോളം. അത് ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം. പക്ഷേ ഈ ഇത്രയും ആൾക്കാരുടെ ഒരു ലിങ്ക് വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ബന്ധം പുലർത്തി പോവുക എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചോളം മറ്റെല്ലാ അവാർഡിനെക്കാട്ടി ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് കരുതുന്ന. അത് ഈ പാലക്കാട് ബ്രാഞ്ച് ചെയർമാൻ ആയ ശേഷമാണ് കുറച്ചുകൂടി കൂടുതൽ എനിക്ക് ഓൾ ഓവർ കേരള, സൗത്ത് ഇന്ത്യ അങ്ങനെ എല്ലാവിടെയും എത്തിപ്പെടാൻ പറ്റിയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവും ഇത്തിരിയെങ്കിലും. പക്ഷേ ഞാൻ ഈ വിനോജ് ഏതോ ഒരു പെപ്സിക്കോളാണോ എന്താണെന്നറിയില്ല, ഞാൻ ഈ വിനോജിൻ്റെ തന്നെ എപ്പോഴോ പറഞ്ഞ് കേട്ടിട്ടുള്ള എന്തോ ഒരു അവാർഡ്, അത് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ റിലേറ്റഡ് ആണോ എന്തിനോ ഒരു അവാർഡ്, എന്തോ ഒരു ഭയങ്കര ഒരു റെക്കഗ്നിഷൻ 2 ആൾക്കാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ, അതിലൊന്ന് വിനോജ് മേനോനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക റീജിയനിൽ ഞങ്ങളുടെ ക്യാഷ് ഫ്ലോവും പ്രൊജക്ഷനും റവന്യൂ ടാർഗറ്റും മീറ്റ് ചെയ്ത് വ്യക്തികൾ മീൻസ് ആ ടീമിൻ്റെ ഒരു ലീഡാണ് ഞാനും വേറൊരു സെയിൽസ് ഡയറക്ടറും. അത് ഗ്ലോബലി പെപ്സിക്കോയിൽ വേറെ ഒരു ടീമും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റെക്കഗ്നീഷന് വേണ്ടിയിട്ട് അന്നത്തെ CEO ഇന്ദിരാനോയി ഡയറക്റ്റ്ലി ഫ്ലൈ ചെയ്ത് വന്ന് ഞങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഗൾഫ് റീജിയനിൽ. അന്ന് ആ സമയത്ത് പെപ്സിക്കോ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അവരുടെ മോട്ടോ. അതായത് ഏതൊരു വ്യക്തിയും വർക്ക് ലൈഫ് ബാലൻസിലേക്ക് വേണം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്നവിടെ ഫിനാൻസ് കൺട്രോളറായി ഇരിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. വർക്കിനോടായിരുന്നു കൂടുതൽ സമയം കൂടി ഉണ്ടായിരുന്നു, ലൈഫിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം ഞാൻ CEOയുടെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഞാനെന്ന വ്യക്തി ഇവിടെ ലെവൽ 12 ഇരിക്കുന്നൊരു വ്യക്തി, അതായത് ഒരു ഡയറക്ടർ ലെവലിലേക്ക് എത്താൻ പോകുന്ന വ്യക്തിക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ CEO എന്ന പൊസിഷനിൽ ഇരിക്കുന്ന താങ്കൾക്കിത് പറ്റുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള ഉത്തരം എനിക്ക് സാറ്റിസ്ഫൈയിങ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി
അതിനകത്ത് ഒരു വലിയൊരു കഥയാണ് പറഞ്ഞു തന്നത്, ഒരു സ്റ്റോറിയാണ്, അത് ഈവൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒരു കേക്ക് മേക്കിംഗ് സ്റ്റോറിയാണ്. പക്ഷേ ആ സ്റ്റോറിയിൽ നിന്ന് പഠിച്ചൊരു കാര്യം പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് മാനേജ് ഇറ്റ്. അതായത് ഇറ്റ്സ് നോട്ട് ക്ലിയർലി 50-50. ഓക്കെ. വെൻ ദർ ഇസ് എ ടൈം റിക്വയർഡ്, ഏതെങ്കിലും സമയം ആവശ്യമുണ്ടെങ്കിൽ 60 ആക്കണോ 40 ആക്കണോ 70 ആക്കണോ 30 ആക്കണോ, യു ഡിസൈഡ് കറക്റ്റ്. എന്നുള്ളൊരു കഥ സ്റ്റോറിയിലൂടെ CEO എനിക്കും കൂടെയുള്ള എല്ലാവർക്കും അത് പറഞ്ഞു തന്നു. അത് വളരെ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ ലെവലിൽ നിന്നിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ആ തീർച്ചയായും. ലെവലിൽ ഇരിക്കുമ്പോൾ അവരെങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഒരു വർക്ക് ലൈഫ് ബാലൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടല്ല ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ മനസ്സിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ, ഇങ്ങേർക്കില്ലല്ലോ, അപ്പോൾ നമുക്കെങ്ങനെ വരും എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ. വിനോജ്, ഇപ്പോൾ ഈ ഫിനാൻസ് ഫീൽഡിൽ ഏകദേശം ഒരു 2 ദശകങ്ങളായിട്ട് ഉള്ള ആളാണല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്ന് വരെ നമുക്ക് ഏറെക്കുറെയൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കും. അന്നും ഇന്നും മാറാത്ത ഒരു കാര്യം എന്താണ് ഈ ഫിനാൻസ് സെക്ടറിൽ? അക്കൗണ്ടിങ് ഡെഫിനിഷനിൽ പറയുന്ന അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഇത് അന്നൊന്നും മാറിയിട്ടില്ല. അത് തന്നെയാണ് ലൈഫിൽ, ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇതേ 3 കാര്യങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് സമയത്തിൻ്റെ ദൈർഘ്യം, അതായത് വളരെ കുറവ് സമയത്തിൽ എഫക്റ്റീവായിട്ട് ക്ലയൻറ്റിനെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ടെക്നോളജിയും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഈ CAs ഇന്നും ഉപയോഗിക്കണമെന്നാണോ, അല്ലെങ്കിൽ അതിനകത്ത് വെഞ്ചർ ചെയ്താൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റണം എന്നാണോ വിനോജ് പറഞ്ഞു വരുന്നത്? ഉപയോഗിച്ചേ മതിയാവും. ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് പുറത്തു പോകും. കറക്റ്റ്. ഇത് നടക്കാൻ പോകുന്നൊരു സംഭവം റിയാലിറ്റിയാണ്. ഉപയോഗിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ CA പ്രൊഫഷനിൽ കുറേ കരിക്കുലംസൊക്കെ, കരിക്കുലം തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ മാറ്റിയിട്ടുണ്ട്. ആ സമയത്തിനനുസരിച്ചിട്ടുള്ള അപ്പോഴത്തെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വിനോജിനോട് ഒരു ചാൻസ് തരികയാണ്, ഈ കരിക്കുലമിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ വിനോജ് എന്ത് സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ടോപ്പിക് ആയിരിക്കും ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുക? ഇത് പറഞ്ഞ് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ ഓരോ ഫേമും ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ കുട്ടികൾക്കും സ്റ്റുഡൻസിനും ട്രെയിനിങ് കൊടുക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്ന എന്താണ്, ഒരു 3 months ടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കോഴ്സ് നടത്തണം. അപ്പാർട്ട് ഓഫ് ഈ ആർട്ടിക്കിൾഷിപ്പോ അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 monthsോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, അല്ലാതെ വിനോജിൻ്റെ ഓഫീസിലുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നത് മറ്റേ ഓഫീസിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഇവിടെ കിട്ടുന്നില്ല, അതായിരിക്കരുത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ 3 months എങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് മറ്റു പല നാടുകളിലും ഉണ്ട്, ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം മാത്രമേ ജോബിലേക്ക് പോകുള്ളൂ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, IT ട്രെയിനിങ് ഉണ്ട്, 15 days എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേപോലെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ട് 3 months ടൈമിൽ ഒരു കരിക്കുലം വേണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഈ AI കോഴ്സുകളും അതിൽ ഇപ്പോൾ AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആ കമ്പനിയുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവരികയും ഇംപ്ലിമെൻ്റ് ചെയ്യും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ടേക്കൺ ദാറ്റ് സ്റ്റെപ്സ് വിനോജ് എൻ്റെ ആഗ്രഹപ്രകാരം. പിന്നെ ഈ AI ആൻഡ് ഓട്ടോമേഷൻ, ഈ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ അതിനെക്കുറിച്ച് ക്ലയൻസിനോട് സംസാരിക്കാറുണ്ടോ? പാലക്കാട് പോലുള്ള സ്ഥലത്ത് അത് വളരെ പരിമിതമാണ് നമുക്ക്. പക്ഷേ ഇന്ന് കാണുന്ന ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ കൺസൾട്ടിങ്ങിലാണ് കൂടുതലിരിക്കുന്നത്, എന്നാലും അവിടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ ചെയ്തു പോകണമെന്നൊരു ആഗ്രഹങ്ങളുണ്ട്. ബിസിനസ് വളർന്നു, പക്ഷെ പല കാര്യങ്ങളും വിചാരിച്ച പോലെ വളർന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളിലൂടെ അറിഞ്ഞ് നമ്മളോട് ഹെൽപ്പ് ചോദിക്കാവുന്ന ഒരു കാലഘട്ടമായി മാറി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ട്രാൻസ്ഫോർമേഷൻ അധികം സമയം എടുക്കില്ലെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റ് ട്രാക്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്. ലാസ്റ്റ് 2 വർഷം ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഇനിയും ഫാസ്റ്റ് ആവും അത്.
പ്രതീക്ഷിച്ചത് 10 വർഷത്ത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്ന പ്രതീക്ഷിച്ചൊരു സമയമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അല്ല, ഇത് ഡേയ്സും ഹവേഴ്സും കൗണ്ടഡ് ആണ്. പിന്നെ വിനോജിൻ്റെ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്തിട്ടുള്ളത് റിസ്ക്, കംപ്ലയൻസ്, ഗവർണൻസ് ആണ്. കറക്റ്റോ? അതെ. അപ്പോൾ എന്തൊക്കെ ബിസിനസ് പ്രഷർ വന്നാലും ഞാൻ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എന്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും? ഒന്ന്, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോഡ് ഓഫ് എത്തിക്സ് അത് എന്നും കൈവിടാതെ പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 ഈ കമ്പനികളിലെല്ലാം ഷെഡ്യൂൾ ഓഫ് അതോറിറ്റി, SOA, ഷെഡ്യൂൾ ഓഫ് അതോറിറ്റി, ആ അതോറിറ്റി മീറിയിട്ടോ അത് വ്യതിചലിച്ചിട്ടോ പോവില്ല എന്നുള്ള ഒരൊറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ട്രസ്റ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് എന്ന് പറയും. മറ്റുള്ള ഓരോരുത്തരും പറയും വിനോജ് ചെയ്തു വന്ന കാര്യമാണെങ്കിൽ ഓക്കെ ആവും എന്നുള്ളൊരു വിശ്വാസം. ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഈ ഷെഡ്യൂൾ ഓഫ് അതോറിറ്റി മറിച്ച് ചിന്തിക്കില്ല എന്നൊരു വിശ്വാസം. അത് എന്നും കൈ വെച്ച് നടന്നിട്ടേ ഉള്ളൂ, അതൊരിക്കലും വിട്ട് കളിച്ചിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മനസമാധാനത്തോട് കൂടിയിട്ട് എത്ര വലിയ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചാർട്ടേഡ് അക്കൗണ്ട് ആയപ്പോൾ കോഡ് ഓഫ് എത്തിക്സും, ഈ 2 കാര്യങ്ങളിലൂടെ മാത്രമാണ് എത്ര വലിയ ബിസിനസ് പ്രഷർ വന്നാലും നോ പറയേണ്ട അവിടെ നല്ല രീതിയിൽ നോ എന്ന് പറയും. ഓക്കെ. അടുത്ത ഒരു ഫയർ സൈഡ് ചാറ്റാണ്. അപ്പോൾ ഞാനൊരു 2-3 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ചിലപ്പോൾ ഒരു കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. CA അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? CA അല്ലാതിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചിങ് എനിക്കൊരു പാഷനാണ്, വളരെ ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ട്രാവലിംഗ് അതുപോലെ മനസ്സുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. ഇത് രണ്ടും ചെയ്യും, പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സണായി മാറിയിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് നന്നായി സംസാരിക്കുക, ഓരോ ആൾക്കാരെയും നമ്മൾ പറയുന്ന കാര്യം അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഞാൻ ഒരു മാർക്കറ്റിംഗ് പേഴ്സണായി മാറിയിട്ടുണ്ടാവും. മറ്റു 2 ഞാൻ തീർച്ചയായും ചെയ്യും. അതിപ്പോഴും ചെയ്യാം വിനോജ്. താങ്ക് യു. ഷുവർ. ഈ 4-5 കൺട്രീസ് ജീവിച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയി ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ? എൻ്റെ രാവിലത്തെ റൂട്ടീൻ തന്നെ ഈ കൺട്രി മാറ്റി എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് കൺട്രി ആയിരിക്കും പറയാം? ഇത് ഞാൻ പറഞ്ഞ പല ആൾക്കാരും, ഗൾഫിലുള്ള ആൾക്കാരൊക്കെ പറയും അത് ശരിയാണെന്നുള്ളത്. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവിടെ കുറച്ച് കാലം ദുബായിൽ വർക്ക് ചെയ്ത് ഷാർജയിൽ താമസം ഉണ്ടായിരുന്നു. ഷാർജയിൽ താമസിച്ച വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം, കാലത്ത് മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ എണിച്ച് കുളിക്കണം, മറ്റുള്ളവരെല്ലാം കുളിക്കുന്ന സമയത്ത് നമ്മൾ കാറിൽ കിടന്നുറങ്ങും. അത് ട്രാവലിംഗ് ആണ് ഒരു വലിയ പ്രശ്നം, ബോട്ടിൽ നെക്ക്. ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, എന്നിരുന്നാലും ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന കേൾക്കാം ഏകദേശം അതുതന്നെയാണ്. അപ്പോൾ ഈ ഒരു റൊട്ടീൻ മാറ്റിയത് ഈ ഒരു ഏരിയയാണ്. പക്ഷേ അതിലും ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ദിവസം കൂടുതൽ കിട്ടിയ പോലെ തോന്നലൊരു ഫീലിംഗ് ഉണ്ടാവുമെന്ന്. നേരത്തെ വർക്ക് തുടങ്ങാം, വൈകി വർക്ക് തീർക്കാം. ആ ഒരു പ്രായത്തിൽ, ആ ഒരു യങ് ഏജ് എന്നുള്ള സമയത്ത് ദിവസം കൂടുതൽ കിട്ടുമ്പോൾ അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റൊട്ടീൻ മാറ്റിയ ഒരു സന്ദർഭം UAE ആണ്. പിന്നെ അടുത്ത ചോദ്യം, ഇപ്പോൾ യങ് CAs ഒരുപാട് ആൾക്കാർ സാധാരണ സീനിയർ CAസിൻ്റെ അടുത്ത് പോയിട്ട് അഡ്വൈസ് ചോദിക്കാറുണ്ട്. ആരെങ്കിലും അങ്ങനെ കുട്ടികൾ ആരെങ്കിലും വന്നിട്ട് വിനോജിനോട് ഞാൻ ഒരു ഗ്ലോബൽ കരിയർ ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ആദ്യം അവർ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്, ഞാനെപ്പോഴും പറയും, നിങ്ങളുടെ മനസ്സിന് ചോദിച്ച് ചെയ്യുക. മനസ്സിൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണം. ആ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ പുതിയ മേഖല, പുതിയ സ്ഥലം, പുതിയ വ്യക്തികൾ, അവിടെ പഠിക്കാൻ ഒരുപാടുണ്ട്. പഠനം മസ്റ്റാണ്. ഓക്കെ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുകൂടി നമ്മുടെ കയ്യിൽ വേണം. ലിസണിങ് സ്കിൽ എന്ന് പറയും നമ്മൾ. കേൾക്കാനുള്ള മനസ്സുകൂടി നമ്മുടെ കയ്യിൽ വേണം. ഇതെല്ലാം അറിഞ്ഞ് നമ്മളൊരു സ്ഥിതിയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈഗോ അങ്ങോട്ട് ഒഴുക്കിക്കളഞ്ഞ് നമ്മൾ മറ്റൊരാളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർച്ച എന്നും ഉണ്ടാവും. ഇതുതന്നെയാണ് ഇന്ന് മിക്കവാറും നമ്മൾ കാണുന്ന ഉയർന്നു നിൽക്കുന്ന പല വ്യക്തികളുടെയും നേട്ടം. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാം ഉയർന്ന ശേഷം സ്വന്തം ഈഗോനെ ഇല്ലാണ്ടാക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ഇതെനിക്ക് തോന്നുന്നൊരു നല്ല ഉപദേശമാണ്. കാരണം ഈ ഒരുപാട് സീനിയർ ആളുകളുടെ അടുത്ത് പോകുന്ന സമയത്ത് പല ആൾക്കാരും നമ്മുടെ ഈഗോ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക. ഏതായാലും പാലക്കാട് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടേക്ക് വന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ചും
പിന്നെ CA പ്രൊഫഷനെക്കുറിച്ചും അതിലൂടെ വിനോജ് മേനോൻ നേടിയ എക്സ്പീരിയൻസിനെ കുറിച്ചുമൊക്കെ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ ഈ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്കും എസ്പെഷ്യലി സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാവും. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. വിനോജ് മേനോന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ പ്രാക്ടീസിലും ഇനിയും അടുത്ത മേഖലകളിലേക്ക് എത്തിപ്പെടുകയും നന്നായി വരികയും വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ കമ്മിങ് വിനോജ്. ഇങ്ങനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന നാരായൺജിക്കും സോഹോ കോർപ്പറേഷനും വളരെയധികം നന്ദി. മനസ്സിൻ്റെ ഭാഷയിൽ ദൈവത്തോട് വിളിച്ചു പറയുകയാണ് ഈ ഒരു എൻറ്റിറ്റി വളരെ ഉയർച്ചയിലെത്തട്ടെ എന്നും ഇതുപോലെ സുഹൃത്തുക്കൾ ഇനിയും കൂടുതൽ എനിക്ക് മീറ്റ് ചെയ്യാനും ഇടപഴകാനുള്ള സന്ദർഭങ്ങളും കിട്ടട്ടെ എന്നുള്ളതും മനസ്സിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാനും ഈ ഒരു സന്ദർഭം തന്നതിൽ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.